ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 22 വാക്യങ്ങൾ 1 മുതൽ 14 വരെ വിവാഹവിരുന്നിൻ്റെ ഉപമയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 14 അധ്യായം 14 മുതൽ 24 വരെ വിവാഹവിരുന്നിന് സമാനമായ ഉപമ കാണാം. ഒരു ധനികൻ ഒരുക്കിയ ഒരു വിരുന്ന്. എന്നാൽ ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ അത് കൂടുതൽ ശക്തമായി അവതരിക്കപ്പെടുന്നുണ്ട്. സ്വന്തം പുത്രന്റെ വിവാഹവിരുന്ന് ഒരുക്കുന്ന ഒരു രാജാവാണ് ഉപമയിലെ മുഖ്യ കഥാപാത്രം. ഉപമ മുന്നോട്ട് പോകുമ്പോൾ വിവാഹവിരുന്നിന്റെ സന്തോഷത്തെക്കാൾ കൂടുതൽ ക്ഷണം നിരസിച്ചവരെ ശിക്ഷിക്കുന്ന വിവരണമാണ് നാം കാണുക. എന്തുകൊണ്ട് ഇത്ര കാർക്കശ്യത്തോടുകൂടി യേശു സംസാരിക്കുന്നു? കാരണം യേശുവിൻ്റെ ഉപമയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ആദ്യം, ക്ഷണിക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ ക്ഷണത്തെ നിരസിച്ചു. രണ്ടാമത്തേത്, തങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയവർക്കും യോഗ്യതയില്ലാത്തവർക്കും ക്ഷണം നൽകപ്പെട്ടു. ഉപമയെ വളരെ ഗൗരവമായി ക്രോഡീകരിച്ചാൽ നമുക്ക് താഴെ പറയുന്ന ഭാഗങ്ങൾ ലഭിക്കും. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ ക്ഷണം, രണ്ടാമത്തേത് നമ്മുടെ സ്വാതന്ത്ര്യം, മൂന്നാമത്തേത് പ്രതിഫലമായി ക്ഷണം സ്വീകരിക്കുന്നവർ അല്ലെങ്കിൽ ക്ഷണം നിരസിക്കുന്നവർ. ബിഷപ്പ് സോപ്പ് വില്ലേഗസ് തൻ്റെ ലവ് ലൈക്ക് ജീസസ് എന്ന ഗ്രന്ഥത്തിൽ നമ്മെ സഹായിക്കുന്ന 3 ഐകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഇൻവിറ്റേഷൻ, അതായത് ക്ഷണം, ക്ഷണക്കത്ത്. രണ്ടാമത്തേത് ഇൻഡിഫറൻസ് അല്ലെങ്കിൽ അലക്ഷ്യം. മൂന്നാമത്തേത് ഇൻഅപ്രോപ്രിയേറ്റ്, അതായത് അനുചിതം. എന്താണ് ഈ ഇൻവിറ്റേഷൻ, ക്ഷണം അഥവാ ക്ഷണക്കത്ത്? ക്രിസ്തുനാഥൻ നമ്മെ ദിനം പ്രതി തൻ്റെ കൃപയുടെ വിരുന്നായ ദിവ്യബലിക്ക് ക്ഷണിക്കുന്നു. എല്ലാം ഒരുക്കിയിരിക്കുന്നു. കുരിശിലെ ജീവയാഗത്തിലൂടെ മാനവരാശിയുടെ വില മുഴുവൻ അടച്ചിരിക്കുന്നു. ഇനി അവൻ്റെ ക്ഷണം സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ തീരുമാനമാണ്. പലപ്പോഴും നാം ക്രിസ്തുനാഥൻ്റെ ക്ഷണം നിരസിക്കുന്നു. ചിലപ്പോൾ ചില വ്യവസ്ഥകൾ നിരത്തി നാം പിന്മാറുന്നു. നമ്മുടെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതല്ല, നേരെ മറിച്ച് ദൈവം തന്നെ മനുഷ്യനെ അന്വേഷിക്കുന്നതാണ്. നമ്മുടെ മുൻപിലുള്ള ചോദ്യം ഇതാണ്: നമ്മൾ എന്നാണ് സത്യസന്ധമായിട്ട് തുറന്ന ഹൃദയത്തോടെ ക്രിസ്തുവിൻ്റെ ക്ഷണത്തിന് മറുപടി പറയുക? രണ്ടാമത്തെ ഐ എന്നത് ഇൻഡിഫറൻസ് ആണ്, അലക്ഷ്യ മനോഭാവം. ദൈവത്തിൻ്റെ ക്ഷണത്തെ അലക്ഷ്യമായിട്ട് സമീപിക്കുക. വിവാഹവിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ ക്ഷണത്തെ അവഗണിച്ചു. ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളുണ്ട്. പരിഗണന ദൈവത്തിന് കൊടുക്കാതെ മറ്റു നൈമിഷികമായ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവർ. ദിവ്യബലിയിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മെ ക്ഷണിക്കുമ്പോഴും വേണ്ട എന്ന് പറയുവാനുള്ള ധൈര്യം കാണിക്കുന്ന മനുഷ്യർ ഇന്ന് സഭയിൽ ഒട്ടനവധി ഉണ്ട്. ചിലർക്ക് വിശ്വാസമില്ല, ചിലർ സഭയെ എതിർക്കുന്നു, ചിലർ സഭയെ അവഹേളിക്കുന്നു. ചോദ്യം ഇതാണ്: എനിക്ക് ദൈവത്തിൻ്റെ ക്ഷണം എൻ്റെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴും ആ ക്ഷണത്തെ രണ്ടാമത്തെ പ്രാധാന്യമായി കൊടുക്കുകയും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഈ ലോകത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങളിൽ ഞാൻ വ്യാപൃതനാണോ? മൂന്നാമത്തെ ഐ എന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, അതായത് അനുചിതമായ പ്രവൃത്തി. വിവാഹവിരുന്നിൽ പ്രവേശിക്കുവാൻ വസ്ത്രം ഒരുക്കി വെച്ചിട്ടും ക്ഷണിക്കപ്പെട്ട ഒരുവൻ അത് നിരസിച്ച് തൻ്റെ രീതിയിൽ പ്രവേശിക്കുവാൻ നോക്കി. പുറമേ നിന്ന് കാണുന്ന വസ്ത്രധാരണമല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ അലങ്കാരമാണ്. അതായത് ഹൃദയം എത്രമാത്രം നന്നായി അലങ്കരിക്കപ്പെടുന്നു എന്നതാണ് സാരം. ബിഷപ്പ് വില്ലേഗസ് ഓർമ്മപ്പെടുത്തുന്നു: നാം നമ്മുടെ ശരീരമായി ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും നമ്മുടെ മനസ്സും ഹൃദയവും ദൂരെയായിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അത് എന്തൊരു ദൗർഭാഗ്യമാണ്. സങ്കീർത്തകൻ 94:8 ഇപ്രകാരം പറയുന്നു: ഇന്നു നിങ്ങൾ അവൻ്റെ സ്വരം കേട്ടാൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ആമേൻ.